ഹലോ, ക്രിസ്മസ് ഒക്കെ വരുമല്ലേ? അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കണ്ടേ? കട്ട്ലറ്റ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ എങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ? ഒരു കുക്കറിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ എടുക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ 3-4 വിസിലടിച്ച് എടുക്കുക. അപ്പോഴത്തേനും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ മിക്സ്ഡ് ചിക്കൻ റെഡിയായി. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തെടുക്കുക. അതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് അതിനുശേഷം സബോളയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട്ലറ്റ് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കനിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വലിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 4 പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഉടച്ചെടുക്കണം. പിന്നെ ഒരു മുട്ട എടുക്കുക. അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ചിക്കൻ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ മസാല ഉരുട്ടി ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. പിന്നെ മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്യുക. അതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് പാകത്തിന് എണ്ണ ഒഴിക്കുക. കട്ട്ലറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മസാലയൊക്കെ വെന്തതാണ്. പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അതൊരു ബ്രൗൺ മെറൂൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളി കട്ട്ലറ്റാണ്. പിന്നെ നമ്മൾ കട്ട്ലറ്റിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡിയായി. ഇപ്പോൾ നമുക്ക് നല്ല സോസിൻ്റെ ഒപ്പം മുക്കി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കട്ട്ലറ്റ് ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.